ഇമാം അബു ഹനീഫ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം കച്ചവടക്കാരന് ഡ്രസ്സ്, ഒരുപാട് വസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിലൊരു വസ്ത്രം ചെറിയ അയ്ബുള്ള വസ്ത്രമാണ്, ന്യൂനതയുള്ള വസ്ത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വസ്ത്രം വിറ്റോ, പക്ഷെ വിൽക്കുമ്പോ പറയണം ഈ വസ്ത്രത്തിനൊരു ന്യൂനതയുണ്ട് കേട്ടോ. അപ്പൊ ആ വസ്ത്രം വാങ്ങുന്ന ആൾക്കാർ കുറഞ്ഞ വിലക്ക് കിട്ടും, അയാൾക്ക് ആ ന്യൂനത ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുക, അപ്പൊ കൊടുക്കല്ലോ. പക്ഷെ ഈ കച്ചവടക്കാരൻ താജിർ ഇത് പറയാൻ മറന്നതാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോ ഈ കാര്യം ഇമാം അബു ഹനീഫയോട് പറഞ്ഞു, റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോവുക, ആരാണത് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അദ്ദേഹം അന്വേഷിച്ചു, അങ്ങനെ ഒരു വസ്ത്രം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങാടി മുഴുവൻ അന്വേഷിച്ചു, ആളെ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോ ഇമാം അബു ഹനീഫ എന്താ ചെയ്തതെന്നറിയോ? അന്ന് വിറ്റതിന്റെ മുഴുവൻ ലാഭവും, മുഴുവൻ മുതലും, അതിന്റെ മുടക്ക് മുതലും ലാഭവും, മുഴുവൻ പണവും ആളുകൾക്ക് സ്വതക്ക നൽകാൻ വേണ്ടി പറഞ്ഞു എന്നാണ്.